ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ടോട്ടൽ സ്പേം കൗണ്ട് ഈസ് ഡാഷ്. ടോട്ടൽ സ്പേം കൗണ്ട് ഈസ് ഡാഷ്. ഉത്തരം: ഗ്രേറ്റർ ദാൻ 50 to 60 മില്യൺ. നോർമൽ സ്പേം കൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ 50 to 60 മില്യൺ. രണ്ടാമത്തെ ചോദ്യം: ഡാഷ് റെഫേഴ്സ് ടു ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് സ്പാം. ഡാഷ് റെഫേഴ്സ് ടു ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് സ്പാം. സ്പാമിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം: മോട്ടിലിറ്റി. മോട്ടിലിറ്റി റെഫേഴ്സ് ടു ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് സ്പാം. മൂന്നാമത്തെ ചോദ്യം: STD സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. STD സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ഉത്തരം: സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നാലാമത്തെ ചോദ്യം: എ ഡിസ്ചാർജ് സീൻ ഓൺ ദ പെനിസ് വിച്ച് ഈസ് സ്മോൾ ഇൻ എമൗണ്ട്, ചീസി, തിക്ക്, വൈറ്റ്, വോഡറിഫെറസ്, ലയിങ് ബിറ്റ്വീൻ ഗ്ലാൻഡ്സ് ആൻഡ് ഫോർ സ്കിൻ ഈസ് ഡാഷ്. എ ഡിസ്ചാർജ് സീൻ ഓൺ ദ പെനിസ് വിച്ച് ഈസ് സ്മോൾ ഇൻ എമൗണ്ട്, ചീസി, തിക്ക്, വൈറ്റ്, വോഡറിഫെറസ്, ലയിങ് ബിറ്റ്വീൻ ഗ്ലാൻഡ്സ് ഡാഷ്. ഉത്തരം: സ്മെഗ്മ. സ്മെഗ്മ. മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സ്മെഗ്മ. ഇത് നാച്ചുറലി ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. സ്മോൾ ഇൻ എമൗണ്ട് ആയിരിക്കും, ചീസി ആയിരിക്കും, തിക്കായിരിക്കും, വൈറ്റ് ഇൻ കളർ ആയിരിക്കും. അഞ്ചാമത്തെ ചോദ്യം: ഡിസെൻഡ് ഓഫ് ദ സെർവിക്സ് ഓർ ഓഫ് ദ ഹോൾ യൂട്രസ് ഇൻടു ദ വജൈന വോവിങ് ടു എ വീക്കണിങ് ഓഫ് ഇറ്റ്സ് സപ്പോർട്ടിംഗ് ലിഗമെന്റ് ഈസ് ഡാഷ്. സപ്പോർട്ടിംഗ് ലിഗമെന്റ് വീക്ക് ആവുന്നതിൻ്റെ ഫലമായി ഒന്നുകിൽ സെർവിക്സ് അല്ലെങ്കിൽ യൂട്രസ് മുഴുവനായി വജൈനയിലേക്ക് താഴ്ന്നു വരുന്നതിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം: യൂട്രിൻ പ്രൊലാപ്സ്. സെർവിക്സോ യൂട്രസോ ഡിസെൻഡ് ആവുന്നതിന് പറയുന്ന പേരാണ് യൂട്രിൻ പ്രൊലാപ്സ്. ആറാമത്തെ ചോദ്യം: റെസ്ട്രിക്ഷൻ ഓഫ് ദ പ്രൊപ്യൂസ് ബിഹൈൻഡ് ദ ഗ്ലാൻഡ്സ് പെനിസ് വിത്ത് ഇനബിലിറ്റി ടു റീപ്ലേസ് ഇറ്റ് ഈസ് ഡാഷ്. Restriction of the prepuce behind the glans penis with inability to replace it is dash. Prepuce അതിൻ്റെ നോർമൽ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഉത്തരം: ടെസ്റ്റിക്കുലാർ ടോർഷൻ. ടെസ്റ്റിക്കുലാർ ടോർഷൻ. Restriction of the prepuce behind the glans penis with inability to replace it is testicular torsion. ഏഴാമത്തെ ചോദ്യം: ഇൻഫ്ലമേഷൻ ഓഫ് ദ എപ്പിഡിഡൈമിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ എപ്പിഡിഡൈമിസ്. ഉത്തരം: എപ്പിഡിഡൈമിറ്റിസ്. സാധാരണയായി ഐറ്റിസ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതെല്ലാം ഇൻഫ്ലമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പിഡിഡൈമിസിൻ്റെ കൂടെ ഐറ്റിസ് ചേരുമ്പോൾ എപ്പിഡിഡൈമിറ്റിസ്. എട്ടാമത്തെ ചോദ്യം: എ പ്ലാസ്റ്റിക് ഓർ മെറ്റൽ റിംഗ് ഷേപ്ഡ് ഡിവൈസ് വിച്ച് ഈസ് ഇൻസർട്ടഡ് ഇൻ ടു ദ വജൈന ടു സപ്പോർട്ട് എ പ്രൊലാപ്സ്ഡ് യൂട്രസ് ഈസ് ഡാഷ്. A plastic or metal ring-shaped device which is inserted into the vagina to support a prolapsed uterus is dash. ചോദ്യം ഇതാണ്: പ്രൊലാപ്സ്ഡ് യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വജൈനയ്ക്കുള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന റിംഗ് ഷേപ്പിലുള്ള, പ്ലാസ്റ്റിക് കൊണ്ടോ മെറ്റൽ കൊണ്ടുള്ള റിംഗ് ഷേപ്പിലുള്ള ഡിവൈസിന് പറയുന്ന പേരെന്താണ്? ഉത്തരം: പെസറി. യൂട്രിൻ പ്രൊലാപ്സ് മാനേജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസാണ് പെസറി. ഒൻപതാമത്തെ ചോദ്യം: ഡാഷ് ഈസ് എ ഡൈലേഷൻ ആൻഡ് വെരിക്കോസിറ്റി ഓഫ് പാമ്പിനിഫോം പ്ലെക്സസ് വിത്തിൻ ദ സ്ക്രോട്ടം. ഡാഷ് ഈസ് എ ഡൈലേഷൻ ആൻഡ് വെരിക്കോസിറ്റി ഓഫ് പാമ്പിനിഫോം പ്ലെക്സസ് വിത്തിൻ ദ സ്ക്രോട്ടം. സ്ക്രോട്ടത്തിനുള്ളിലെ പാമ്പിനിഫോം പ്ലെക്സസിൽ ഡൈലേഷനും വെരിക്കോസിറ്റിയും കാണപ്പെടുന്നതിന് പറയുന്ന പേരെന്താണ്? ഉത്തരം: വെരിക്കോസീൽ. സ്ക്രോട്ടത്തിനുള്ളിലെ വെരിക്കോസിറ്റിക്ക് പറയുന്ന പേരാണ് വെരിക്കോസീൽ. പത്താമത്തെ ചോദ്യം: നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് സപ്ലൈയിങ് ദ ടെസ്റ്റിക്കിൾസ് ഈസ് ഡാഷ്. നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് സപ്ലൈയിങ് ദ ടെസ്റ്റിക്കിൾസ് ഈസ് ഡാഷ്. ഉത്തരം: പാമ്പിനിഫോം പ്ലെക്സസ്. നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് സപ്ലൈയിങ് ദ ടെസ്റ്റിക്കിൾസ് ഈസ് പാമ്പിനിഫോം പ്ലെക്സസ്. 11ാമത്തെ ചോദ്യം: പെർസിസ്റ്റന്റ് എറക്ഷൻ ഓഫ് പെനിസ് ഈസ് കോൾഡ് as ഡാഷ്. പെർസിസ്റ്റന്റ് എറക്ഷൻ ഓഫ് പെനിസ് ഈസ് കോൾഡ് as ഡാഷ്. ഉത്തരം: പ്രിയാപ്പിസം. പെർസിസ്റ്റന്റ് എറക്ഷൻ ഓഫ് പെനിസ് ഈസ് കോൾഡ് as പ്രിയാപ്പിസം. 12ാമത്തെ ചോദ്യം:
ആബ്സെൻസ് ഓഫ് സ്പേം ഈസ് ഡാഷ്. ആബ്സെൻസ് ഓഫ് സ്പേം ഈസ് ഡാഷ്. ഉത്തരം അസൂസ്പെർമിയ. അസൂസ്പെർമിയ. ആബ്സെൻസ് ഓഫ് സ്പേം ഈസ് അസൂസ്പെർമിയ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വാക്ക് തീരുമ്പോൾ ഐറ്റിസ് ചേർക്കുകയാണെങ്കിൽ അത് ഇൻഫ്ലമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്ക് തുടങ്ങുമ്പോൾ അതിൽ എ ചേർക്കുമ്പോൾ അത് മെയിനായും ആബ്സെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആബ്സെൻസ് ഓഫ് സ്പേം ഈസ് അസൂസ്പെർമിയ. 13ാമത്തെ ചോദ്യം, സ്കാർസിറ്റി ഓഫ് സ്പേം ഈസ് ഡാഷ്. സ്കാർസിറ്റി ഓഫ് സ്പേം ഈസ് ഡാഷ്. സ്കാർസിറ്റി, സ്പേമിൻ്റെ കുറവിന് പറയുന്ന പേരെന്താണ്? കുറവ്. സ്കാർസിറ്റി ഓഫ് സ്പേം ഈസ് ഡാഷ്. ഉത്തരം ഒളിഗോസ്പെർമിയ. ഒളിഗോസ്പെർമിയ. ഒളിഗോ എന്ന വാക്ക് കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്കാർസിറ്റി ഓഫ് സ്പേം ഈസ് ഒളിഗോസ്പെർമിയ. ആബ്സെൻസ് ഓഫ് സ്പേം ഈസ് അസൂസ്പെർമിയ. സ്കാർസിറ്റി ഓഫ് സ്പേം. 14ാമത്തെ ചോദ്യം, ഡാഷ് occur when the penile foreskin or prepuce is constricted at the opening, making retraction difficult or impossible. Dash occur when the penile foreskin or prepuce is constricted at the opening, making retraction difficult or impossible. ഉത്തരം ഫൈമോസിസ്. പെനൈൽ ഫോർസ്കിന്നിനെയാണ് പ്രപ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിട്രാക്ട് ചെയ്ത പ്രപ്യൂസ് റീപ്ലേസ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ടെസ്റ്റിക്കുലാർ ടോർഷൻ. ഇവിടെ പറയുന്നത് പെനൈൽ ഫോർസ്കിൻ റിട്രാക്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. പെനൈൽ ഫോർസ്കിൻ റിട്രാക്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം ഫൈമോസിസ്. 15ാമത്തെ ചോദ്യം, സർജിക്കൽ റിമൂവൽ ഓഫ് ദ ഫോർസ്കിൻ ഈസ് കോൾഡ് ഡാഷ്. സർജിക്കൽ റിമൂവൽ ഓഫ് ഫോർസ്കിൻ ഈസ് ഡാഷ്. ഉത്തരം സർക്കംസിഷൻ. സർജിക്കൽ റിമൂവൽ ഓഫ് ഫോർസ്കിൻ ഈസ് കോൾഡ് സർക്കംസിഷൻ. 16ാമത്തെ ചോദ്യം, ഫോർസ്കിൻ ഇൻഫ്ലമേഷൻ ഈസ് കോൾഡ് ഡാഷ്. ഇൻഫ്ലമേഷൻ ഓഫ് ഫോർസ്കിൻ ഈസ് ഡാഷ്. ഉത്തരം പോസ്റ്റൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഫോർസ്കിൻ ഈസ് കോൾഡ് പോസ്റ്റൈറ്റിസ്. 17ാമത്തെ ചോദ്യം, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് പെനിസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ബിനീത്ത് ഈസ് ഡാഷ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് പെനിസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ബിനീത്ത് ഈസ് ഡാഷ്. ഉത്തരം ബെലനൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻസ് പെനിസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ബിനീത്ത് ഈസ് ബെലനൈറ്റിസ്. 18ാമത്തെ ചോദ്യം, യൂറേത്രൽ ഇൻഫ്ലമേഷൻ ഈസ് ഡാഷ്. യൂറേത്രൽ ഡാഷ്. ഉത്തരം യൂറേത്രൈറ്റിസ്. യൂറേത്രൽ ഇൻഫ്ലമേഷൻ ഈസ് യൂറേത്രൈറ്റിസ്. 19ാമത്തെ ചോദ്യം, റെയർ കൺജനൈറ്റൽ കണ്ടീഷൻ ഇൻ വിച്ച് യൂറേത്രൽ മിയേറ്റസ് ഓപ്പൺസ് ഡോർസലി ഓൺ ടോപ്പ് ഓഫ് പെനിസ് proximal to glands or most commonly at abdominal penile junction is dash. യൂറിത്രൽ മിയേറ്റസ് ഡോർസലി ഓപ്പൺ ആയിരിക്കുന്ന റെയർ കൺജനൈറ്റൽ കണ്ടീഷൻ ഏതാണ്? ഉത്തരം എപ്പിസ്പേഡിയാസിസ്. യൂറിത്രൽ മിയേറ്റസ് മുകൾ വശത്താണ് ഓപ്പൺ ആയിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എപ്പിസ്പേഡിയാസിസ്. 20ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ കൺജനൈറ്റൽ കണ്ടീഷൻ ഇൻ വിച്ച് യൂറിത്രൽ മിയേറ്റസ് ഓപ്പൺസ് ഓൺ വെൻട്രൽ സൈഡ് ഓഫ് പെനിസ്. യൂറിത്രൽ മിയേറ്റസ് വെൻട്രൽ സൈഡിൽ ഓപ്പൺ ആയിരിക്കുന്ന കൺജനൈറ്റൽ കണ്ടീഷന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഹൈപ്പോസ്പേഡിയാസിസ്. യൂറിത്രൽ മിയേറ്റസ് മുകളിലാണ് ഓപ്പൺ ആയിരിക്കുന്നതെങ്കിൽ അതിന് എപ്പിസ്പേഡിയാസിസ് എന്ന് പറയും. താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നതെങ്കിൽ ഹൈപ്പോസ്പേഡിയാസിസ് എന്നും പറയും. 21ാമത്തെ ചോദ്യം, എക്സസീവ് കർവേച്ചർ ഓഫ് ദ പെനിസ് ഈസ് ഡാഷ്. എക്സസീവ് കർവേച്ചർ ഓഫ് പെനിസ് ഈസ് ഡാഷ്. ഉത്തരം കോർഡി. എക്സസീവ് കർവേച്ചർ ഓഫ് പെനിസ് ഈസ് കോൾഡ് കോർഡി. 22ാമത്തെ ചോദ്യം, ഡ്രഗ് യൂസ്ഡ് റീസെൻ്റ്ലി ടു ട്രീറ്റ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഈസ് ഡാഷ്. ഡ്രഗ് യൂസ്ഡ് റീസെൻ്റ്ലി ടു ട്രീറ്റ് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഈസ് ഡാഷ്. ഉത്തരം വയാഗ്ര. വയാഗ്രയുടെ കെമിക്കൽ നെയിമാണ് സിൽഡനാഫിൽ സിട്രേറ്റ്. സിൽഡനാഫിൽ സിട്രേറ്റ്. 23ാമത്തെ ചോദ്യം, പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ ഈസ് ഡാഷ്. പെയിൻഫുൾ മെൻസ്ട്രുവേഷന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഡിസ്മെനോറിയ. പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ ഈസ് ഡിസ്മെനോറിയ. അടുത്ത ചോദ്യം, പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ഈസ് ഡാഷ്. പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ഈസ് ഡാഷ്.
ഉത്തരം ഡിസ്പെരൂനിയ. പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ഈസ് ഡിസ്പെരൂനിയ. 25ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് കോമ്പിനേഷൻ ഓഫ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ദാറ്റ് ഒക്കർ സൈക്ലിക്കലി ഇൻ ദ ഫീമെയിൽ ബിഫോർ മെൻസ്ട്രുവേഷൻ ആൻഡ് റിഗ്രസ് ഓർ ഡിസപ്പിയർ ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ. Dash is defined as combination of emotional and physical manifestation that occur cyclically in the female before menstruation and disappear during menstruation. ഉത്തരം പ്രീമെൻസ്ട്രുവൽ സിൻഡ്രോം. പീരീഡ്സിന് മുമ്പ് കാണപ്പെടുകയും പീരീഡ്സ് ആകുന്ന സമയത്ത് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടുമുള്ള ലക്ഷണങ്ങളെ പറയുന്ന പേരെന്താണ്? മെൻസ്ട്രുവേഷന് മുമ്പുള്ള മാനിഫെസ്റ്റേഷൻ, അതാണ് പ്രീമെൻസ്ട്രുവൽ സിൻഡ്രോം. 26ാമത്തെ ചോദ്യം. എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് അറ്റ് നോർമൽ ഇൻ്റർവെൽ ഈസ് ഡാഷ്. എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് അറ്റ് നോർമൽ ഇൻ്റർവെൽ ഈസ് ഡാഷ്. ഉത്തരം മെനോറേജിയ. എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് അറ്റ് നോർമൽ ഇൻ്റർവെൽ ഈസ് മെനോറേജിയ. 27ാമത്തെ ചോദ്യം. സെസേഷൻ ഓഫ് മെൻസ്ട്രുവേഷൻ ഈസ് ഡാഷ്. മെൻസ്ട്രുവേഷൻ സ്റ്റോപ്പ് ആകുന്നതിന് പറയുന്ന പേര്. ഉത്തരം മെനോപോസ്. 28ാമത്തെ ചോദ്യം. വജൈനൽ ബ്ലീഡിംഗ് ബിറ്റ്വീൻ മെൻസസ് ഈസ് ഡാഷ്. വജൈനൽ ബ്ലീഡിംഗ് ബിറ്റ്വീൻ മെൻസസ് ഈസ് ഡാഷ്. ഉത്തരം മെട്രോറേജിയ. വജൈനൽ ബ്ലീഡിംഗ് ബിറ്റ്വീൻ മെൻസസ് ഈസ് മെട്രോറേജിയ. 29ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ആൻ അബ്നോർമൽ കണ്ടീഷൻ ഇൻ വിച്ച് എൻഡോമെട്രിയം the tissue that normally lines uterus is located internal sites other than uterus. Dash is an abnormal condition in which endometrium lines uterus is located internal sites other than uterus. യൂട്രസിനെ ആവരണം ചെയ്തിരിക്കുന്ന ടിഷ്യൂ ആണ് എൻഡോമെട്രിയം. ഇത് യൂട്രസിലല്ലാതെ മറ്റ് ഇൻറ്റേർണൽ സൈറ്റ്സിൽ ലൊക്കേറ്റ് ചെയ്യുന്ന അബ്നോർമൽ കണ്ടീഷന് പറയുന്ന പേരെന്താണ്? ഉത്തരം എൻഡോമെട്രിയോസിസ്. 30ാമത്തെ ചോദ്യം. മോസ്റ്റ് കോമൺ ബിനൈൻ ട്യൂമർ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഈസ് ഡാഷ്. മോസ്റ്റ് കോമൺ ബിനൈൻ ട്യൂമർ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഈസ് ഡാഷ്. ഉത്തരം ലിയോമയോമാസ്. മോസ്റ്റ് കോമൺ ബിനൈൻ ട്യൂമർ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഈസ് ലിയോമയോമാസ്. 31ാമത്തെ ചോദ്യം. ഡാഷ് ഇൻവോൾവ്സ് ഡിസെൻറ്റ് ഓഫ് യൂറിനറി ബ്ലാഡർ ബിക്കോസ് ഓഫ് വീക്കൻഡ് പെൽവിക് ഫ്ലോർ മസിൽസ്. പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നത് കാരണം യൂറിനറി ബ്ലാഡർ ഡിസെൻറ്റ് ആവുന്നതിന് പറയുന്ന പേരെന്താണ്? ഉത്തരം സിസ്റ്റോസീൽ. 32ാമത്തെ ചോദ്യം. പ്രൊലാപ്സ് ഓഫ് യൂറീത്ര ഈസ് ഡാഷ്. പ്രൊലാപ്സ് ഓഫ് യൂറീത്ര ഈസ് ഡാഷ്. ഉത്തരം യൂറീത്രോസീൽ. പ്രൊലാപ്സ് ഓഫ് യൂറീത്ര ഈസ് യൂറീത്രോസീൽ. 33ാമത്തെ ചോദ്യം. പ്രൊട്രൂഷൻ ഓഫ് വജൈനൽ വാൾ മസ്കുലേച്ചർ ദാറ്റ് സപ്പോർട്ട് ഡാഷ്. പ്രൊട്രൂഷൻ ഓഫ് വജൈനൽ വാൾ മസ്കുലേച്ചർ ദാറ്റ് സപ്പോർട്ട് ദ റെക്ടം ഈസ് ഡാഷ്. ഉത്തരം റെക്ടോസീൽ. 34ാമത്തെ ചോദ്യം. ഡിസെൻറ്റ് ഓഫ് ബൗവൽ ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് അപ്പർ പോർഷൻ ഓഫ് പോസ്റ്റീരിയർ വാൾ ഓഫ് വജൈന ഈസ് ഡാഷ്. ഡിസെൻറ്റ് ഓഫ് ബൗവൽ ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് അപ്പർ പോർഷൻ ഓഫ് പോസ്റ്റീരിയർ വാൾ ഓഫ് വജൈന ഈസ് ഡാഷ്. ഉത്തരം എൻഡറോസീൽ. അടുത്ത ചോദ്യം. ഡാഷ് ആർ പെഡുങ്കുലേറ്റഡ് ട്യൂമേഴ്സ് എറൈസിംഗ് ഫ്രം ദ മ്യൂക്കോസ ആൻഡ് എക്സ്റ്റെൻഡിങ് ഇൻ ടു ഓപ്പണിംഗ് ഓഫ് എ ബോഡി ക്യാവിറ്റി. ഡാഷ് ആർ പെഡുങ്കുലേറ്റഡ് ട്യൂമേഴ്സ് arising from the mucosa and extending into the opening of a body cavity. ഉത്തരം പോളിപ്സ്. 36ാമത്തെ ചോദ്യം. ഇൻഫ്ലമേഷൻ ഓഫ് ദ വൾവ ഈസ് ഡാഷ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ വൾവ ഈസ് ഡാഷ്. ഉത്തരം വൾവൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ വൾവ ഈസ് കോൾഡ് വൾവൈറ്റിസ്. അടുത്ത ചോദ്യം. ഇൻഫ്ലമേഷൻ ഓഫ് ബർത്തോലിൻസ് ഗ്ലാൻഡ് ഈസ് ഡാഷ്. ഇൻഫ്ലമേഷൻ ഓഫ് ബർത്തോലിൻസ് ഗ്ലാൻഡ് ഈസ് ഡാഷ്. ഉത്തരം ബർത്തോലിനൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ബർത്തോലിൻ ഗ്ലാൻഡ് ഈസ് ബർത്തോലിനൈറ്റിസ്. അടുത്ത ചോദ്യം. ഡാഷ് ഈസ് ദ സർജിക്കൽ റിവിഷൻ ഇൻ ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ്. ഡാഷ് ഈസ് ദ സർജിക്കൽ റിവിഷൻ ഇൻ ദ സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബ്രസ്റ്റ്. ഉത്തരം മാമോപ്ലാസ്റ്റി. 39ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് എ വെനീറൽ ഡിസീസ് കോസ്ഡ് ബൈ നെസേറിയ ഗൊണോറിയെ infecting the genital tract in both sex.
ഡാഷ് ഈസ് എ വെനീറിയൽ ഡിസീസ് കോസ്ഡ് ബൈ നെയ്സേറിയ ഗൊണോറിയെ ഇൻഫെക്റ്റിംഗ് ദ ജെനൈറ്റൽ ട്രാക്ട് ഇൻ ബോത്ത് സെക്സ്. ഉത്തരം ഗൊണോറിയ. നെയ്സേറിയ ഗൊണോറിയ പരത്തുന്ന രോഗമാണ് ഗൊണോറിയ. അടുത്ത അവസാനത്തെ ചോദ്യം, എക്സസീവ് ഗ്രോത്ത് ഓഫ് മെയിൽ ബ്രസ്റ്റ് ഈസ് ഡാഷ്. എക്സസീവ് ഗ്രോത്ത് ഓഫ് മെയിൽ ബ്രസ്റ്റ് ഈസ് ഡാഷ്. ഉത്തരം ഗൈനക്കോമാസ്റ്റിയ. എക്സസീവ് ഗ്രോത്ത് ഓഫ് മെയിൽ ബ്രസ്റ്റ് ഈസ് ഗൈനക്കോമാസ്റ്റിയ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.